ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ 7th ക്വസ്റ്റ്യൻ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ട് റേറ്റും ഇൻട്രസ്റ്റും ഒക്കെ ചെയ്ത പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൽ അല്ലെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചൊരു പ്രോബ്ലമാണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees into 2 schemes with interest 7% and 6%. അല്ലെ, 2 സ്കീമിലായിട്ട് ആദ്യത്തെ സ്കീമിൽ 7% ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. രണ്ടാമത്തേതിൽ 6% കിട്ടും. ആഫ്റ്റർ 1 year they got 6,750 rupees as interest from both these together. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ കൂടെ ആയിട്ട് കിട്ടിയ ഇൻട്രസ്റ്റ്, പലിശ, കൂടുതൽ പൈസ കിട്ടിയ എത്രയാ? 6,750. അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലും അയാൾ എത്ര രൂപ വെച്ച് ഇട്ടു? 2 സ്കീമുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്കീമിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഫസ്റ്റ് സ്കീമിലല്ല, എമൗണ്ട് ഇൻ ഫസ്റ്റ് സ്കീം, തുകയല്ലേ ഉള്ളത്. എമൗണ്ട് ഇൻ ഫസ്റ്റ് സ്കീമിലല്ല എത്ര രൂപ ഇട്ടു? എക്സ് റുപ്പീസ് ഇട്ടു. എത്രയാണെന്ന് അറിയില്ല, മൊത്തം ഇടയിൽ എത്ര രൂപ ഉണ്ട്? 1,00,000 രൂപയുണ്ട്. ആദ്യത്തെ സ്കീമിൽ എക്സ് രൂപ ഇട്ടെങ്കിൽ സെക്കൻഡ് സ്കീമിൽ എത്രയായിരിക്കും ഇടുക? എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അയാൾക്ക്? ഫസ്റ്റ് സ്കീം മൊത്തം 1,00,000 രൂപയാണ്. അതിനകത്ത് എക്സ് കിട്ടും. അപ്പൊ രണ്ടാമതിനകത്ത് ബാക്കിയല്ലേ ഉള്ളൂ. അതായത് 1 lakh മൈനസ് എക്സ്. മൊത്തം 1,00,000 രൂപയെന്ന് അതിൽ നിന്ന് എക്സ്. ഇപ്പൊ ഒരു 5,00,000 രൂപ ഫസ്റ്റിൽ ഇട്ടെങ്കിൽ ബാക്കി 50,000 രൂപ ഒന്നതിനകത്ത് ഇട്ടെങ്കിൽ ബാക്കി 50,000 ഇല്ലേ മറ്റേനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അതാണ് ഫസ്റ്റ്. നമ്മളിവിടെ അസ്യൂം ചെയ്തെടുക്കുന്നത് വേരിയബിൾസ് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് സ്കീമിൽ എക്സ് ഇട്ടെങ്കിൽ സെക്കൻഡ് സ്കീമിൽ എത്ര ഇട്ട് കാണും? ബാക്കി 1,00,000 ആ എക്സ് കുറയ്ക്കുന്നതാണ് അയാളെ ഇട്ടത്. അപ്പൊ നമ്മൾ എന്നായിരുന്നു? 1 lakh മൈനസ് എക്സ് എന്ന് എഴുതി. ഇനി ഫസ്റ്റ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? ഫസ്റ്റ് സ്കീമിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 7% ആണ്. നമുക്കറിയാം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 എന്ന്. അതായത് 7/100 ആണ്. അതേപോലെ റേറ്റ് ഓഫ് സെക്കൻഡ് സ്കീം എത്രയാണ്? 6% ആണ്. അതായത് 6/100. മനസ്സിലായോ? പെർസെൻറ്റേജ് പറഞ്ഞാൽ 100 ആണ്. അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത് എത്ര രൂപയായിരിക്കും? അതായത് എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മുടെ തുകയെ നമ്മൾ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യും. മനസ്സിലായല്ലോ? ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇട്ടിരിക്കുന്ന തുകയെ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത്, അതുകൊണ്ട് ഇൻറ്റു ചെയ്യും നമ്മൾ. അപ്പം നമുക്ക് എഴുതാം ഇൻട്രസ്റ്റ്. ഇതിന് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് തുക ഇട്ടിരുന്നത്? എക്സ്. അതേ ഇൻറ്റു അതിൻ്റെ ഇൻട്രസ്റ്റ് 7/100. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 7x/100 എന്ന് എഴുതാം. സെയിം നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇവിടെ നോക്കി കിട്ടിയ ഇൻട്രസ്റ്റ് അതിന്റെ തുക എത്രയാണ്? ഇവിടുത്തെ 1 lakh ആണ്. സോറി, 1 lakh അല്ല, 1 lakh മൈനസ് എക്സ് ആണ്. ഇൻട്രസ്റ്റ്, ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തുക എത്രയാണ്? 1 lakh മൈനസ് എക്സ് ആണ്. അതിനെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് 6/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ 6 into 1 lakh 6 lakh മൈനസ് 6 into x 6x the whole divided by 100. മനസ്സിലായോ? 6,000 ആണോ? അല്ല, 6 lakh. ഓക്കെ, ഞാൻ വിചാരിച്ചു തെറ്റിപ്പോയി. എനിക്ക് 1 lakh 10,000 ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് സ്കീം അയാളുടെ 1,00,000 രൂപ ഉണ്ടായിരുന്നു. അയാൾ ഒന്നാമത്തെ സ്കീമിൽ എത്ര രൂപ കൊണ്ടിട്ടെന്ന് എഴുതി? എക്സ് എഴുതി. എക്സ് രൂപ കൊണ്ടിട്ടെങ്കിൽ ബാക്കി രണ്ടാമത്തെ സ്കീമിൽ എത്രയായിരിക്കും ഇടുന്നത്? 1 lakh എക്സ് കുറയ്ക്കുന്നത്. അതാണ് 1 lakh മൈനസ് എക്സ്. ഒന്നാമത്തെ ഇൻട്രസ്റ്റ് എത്രയും? 7%. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് 6%. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. അപ്പൊ 7% എന്ന് പറഞ്ഞ അർത്ഥം തന്നെ 7/100 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ്. ഇത് 6/100. അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് എത്ര രൂപ ഇൻട്രസ്റ്റ്? അപ്പൊ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയെന്നാ പറഞ്ഞത്. എത്ര രൂപ കിട്ടിയെന്നാ പറഞ്ഞേ? അയാൾ പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൽ കൂടെ അയാൾക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 6,750 rupees ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ എന്ത് കാണാൻ പോയത്?
ഇൻട്രസ്റ്റ് കാണാൻ പോയത്. മനസ്സിലായ മക്കൾ? ഞാൻ മുമ്പേ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു, അവരെന്തെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലൂ ആണ്. അതിന്റെ ആൻസറിനകത്തോട്ട് നമ്മൾ അവരുടെ ഫോമുല അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ വേണ്ടത്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ രണ്ടിടത്തെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായോ? അല്ലെ എന്ത് കണ്ടുപിടിക്കും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഇതാണ് മാത്സ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കും, ഇത് എങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ആൻസറും ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഫോമുല വെക്കുക. ഇൻട്രസ്റ്റിന്റെ ഫോമുല എന്ന് പറഞ്ഞാൽ തുക ഇൻറ്റു എമൗണ്ട് ഇൻറ്റു റേറ്റ് ആണ്. ഇവിടുത്തെ എമൗണ്ട് എക്സ് ആണ്, ഇവിടുത്തെ റേറ്റ് x/7/100 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് 7x/100 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇവിടുത്തെ തുക എന്ന് പറയുന്നത് 1 lakh - x ആണ്, ഇൻറ്റു ഇവിടുത്തെ റേറ്റ് എത്രയാണ്? 6/100. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 6നെ 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -6ഉം എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു /100. ഇത്ര മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇനി അത് ഇനി അവരെന്നാ പറഞ്ഞേ? ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയപ്പോഴാണ്, ഇത്രയും മതി കേട്ടോ, ഈ രണ്ട് ഇൻട്രസ്റ്റ് കൂട്ടിയപ്പോൾ അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് ആക്കി എത്രയാണ് കിട്ടിയത്? ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടി, രണ്ട് ഇൻട്രസ്റ്റ്, ആദ്യത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 7x/100ഉം അടുത്ത ഇൻട്രസ്റ്റ് എത്രയാണ്? 6 lakh - 6x/100. കണ്ടോ? എഴുതട്ടെ, എന്നറിയാമോ? എനിക്ക് എൻ്റെ അപ്പുറത്ത് അതുകൂടെ എഴുതണമായിരുന്നു. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 7x/100. രണ്ടാമത്തെ സ്കീമിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 6 lakh അല്ലേ? 6 lakh - 6x/100. ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എത്രയാണ് പറഞ്ഞേ? 6750 ആണോ? ഇത്ര മനസ്സിലായില്ലേ? രണ്ടും കൂടെ കൂട്ടുക. ഫ്രാക്ഷൻ ആണ്, ഫ്രാക്ഷൻ ആഡ് ചെയ്യണം. ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. വെറുതെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. താഴെ എത്രയും നമ്മൾ എഴുതുക? 100. ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഉള്ള കേസായിട്ട് കേട്ടോ മക്കളെ പറയുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണ്, ഒന്നും നോക്കണ്ട. ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് മേളിൽ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ട്, സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് ചെയ്യുക. 7x - 6 ഒരേപോലുള്ള ചെയ്യുവാണ്. 7xഉം -6xഉം ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. 7ഉം 6ഉം ഒക്കെ 1, വലുതാരാ 7, അവരുടെ സൈൻ കൊടുത്തു. ഇനി ബാക്കി ആര് കിടപ്പുണ്ട്? പ്ലസ് 6 lakh കിടപ്പുണ്ട്, is equal to 6750. ഇത്രയും വന്നല്ലോ, നമ്മൾ അതങ്ങ് എഴുതി. ഓക്കെ, ഇനി എന്നാ ചെയ്യണം? ഈ 100നെ നമ്മളിനി എക്സിനെ ഒറ്റയ്ക്കാക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം നമുക്ക് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇവരെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ ഡിവൈഡ്. അപ്പൊ ഇവിടെ വരുമ്പോ ഇനി എന്നാകും? ഇതാദ്യം എഴുതട്ടെ. ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഡിവൈഡ് ആയിരുന്നു. അപ്പൊ ഇപ്പുറത്ത് ചെന്നിട്ട് അവർ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ വരും? 1x + 6 lakh is equal to 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും കിട്ടിയല്ലേ? അപ്പൊ 6,75,000 ആയി. ഇനി എന്ത് ചെയ്യും? നമ്മള് പഴയ പോലെ എക്സിനെ ഒറ്റയ്ക്ക് ആക്കും. 1x is equal to ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ കിടക്കുന്നവരെ ആദ്യം എഴുതണ്ടേ? ഇവിടെ വരുന്നു പ്ലസ്, അപ്പുറത്തേന് പകരനാകും മൈനസ് ചെയ്തേ. 6,75,000 6 lakh പോലെ ബാക്കി എത്രയേ ഉള്ളൂ? 75,000 കിട്ടിയല്ലോ. എക്സ് 1x എന്ന് പറഞ്ഞാൽ അർത്ഥം 1x എന്ന് പറഞ്ഞാൽ മക്കളെ അർത്ഥം എക്സ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എന്നാന്ന് കിട്ടി? 75,000. ആരെ എക്സ്? എക്സ് നമ്മൾ കൊടുത്തതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫസ്റ്റ് ബാങ്ക്, ഫസ്റ്റ് സ്കീം. ബാങ്കിലല്ലോ, ഫസ്റ്റ് സ്കീമിനാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫസ്റ്റ് സ്കീം അപ്പൊ എത്രയായിരിക്കും? 75,000. അപ്പൊ ആദ്യത്തെ ബാങ്കില് ₹75. ഒന്നാമത്തെ സ്കീമിൽ എത്ര രൂപ ഇട്ടു? 75,000 ഇട്ടു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്കൻഡ് സ്കീം എന്നായിരിക്കും? സെക്കൻഡ് സ്കീം എന്നാ നമ്മൾ പറഞ്ഞിരുന്നേ? കണ്ടീഷൻ എഴുതിയിരുന്നേ 1 lakh - 75,000. 1 lakh 75,000 കുറച്ച് എത്ര വരും മക്കളെ? 25,000 അല്ലേ? സബ്ട്രാക്ട് ചെയ്ത് കാണിക്കണം. ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം അല്ലേ? എനിക്ക് 1 lakh സബ്ട്രാക്ട് ചെയ്യാൻ പോകും.
75,000. 0 0 0 ഇവിടുന്ന് പോവോ? ക്യാരി ഓവർ ചെയ്ത് ഇവിടെ 10, ഇവിടെ 9, 5 2. കണ്ടോ എത്ര കിട്ടും? 25,000. കണ്ടോ രണ്ടോടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 1 lakh തന്നെ വന്നു. മനസ്സിലായോ മക്കളെ? ഇച്ചിരി വലിയ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇൻട്രസ്റ്റ് ഒക്കെ എഴുതിയിട്ട് കണ്ടില്ലേ? അപ്പോൾ ചെയ്ത് നോക്കുക. ഞാൻ 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് 2 പ്രാവശ്യം കാണുക, തന്നെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തെറ്റട്ടെ മക്കളെ, തെറ്റട്ടെ, പ്രോബ്ലംസ് തെറ്റട്ടെ. നിങ്ങൾ പഠിക്കുക, തെറ്റുന്ന അനുസരിച്ച് നിങ്ങൾ പഠിച്ചോളും കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടിത് ശരിയായി തന്നെ അറിയിക്കണം. നിങ്ങൾ തന്നെ ചെയ്തെന്നുള്ള സന്തോഷ വാർത്ത എനിക്ക് കേൾക്കണം. ഓക്കെ മക്കളെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.